സ്വാഗതം. ഇന്നത്തെ ഈ ഡീപ്പ് ഡൈവിലേക്ക് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിലെ സുപ്രധാന വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന രേഖകളാണ് ഇന്നത്തെ ആഴത്തിലുള്ള വിശകലനത്തിനായി നാം ഉപയോഗിക്കുന്നത്. അതെ, വളരെ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അത്ഭുതാവഹമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് ഇന്നത്തെ ഈ ചർച്ചയുടെ ലക്ഷ്യം. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ഈ അറിവുകൾ തീർച്ചയായും സഹായിക്കും. ശരി, നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. അതായത് നമ്മൾ വിചാരിക്കുന്നത് വലിയ വിജയങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വേണമെന്നാണ്. പക്ഷേ ഒരു കഥ പറയാം. 100 വർഷത്തോളം കാര്യമായ വിജയങ്ങളൊന്നുമില്ലാതിരുന്ന ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം പെട്ടെന്ന് ഒളിമ്പിക്സിൽ മെഡലുകൾ വാരിക്കൂട്ടി. സത്യം, കമ്പനികൾ അവർക്ക് സൈക്കിൾ വിൽക്കാൻ വരെ മടിച്ചിരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതെ. പക്ഷേ 2003-ൽ ഡേവ് ബ്രെയിൽസ്ഫോർഡ് എന്ന പുതിയ കോച്ച് അവിടെ വന്നു. പുള്ളി വന്നിട്ട് വലിയ മാറ്റങ്ങളൊന്നുമല്ല വരുത്തിയത്, വളരെ ചെറിയ, അതായത് വെറും 1% മാറ്റങ്ങൾ. അതെ, ആ 1% മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. തീർച്ചയായും. അവർ സൈക്കിൾ സീറ്റുകൾ കുറച്ചുകൂടി കംഫർട്ടബിളാക്കി, പിന്നെ മസിലുകളുടെ താപനില നിലനിർത്താൻ ചൂടാക്കാവുന്ന ഷോർട്സുകൾ ഉപയോഗിച്ചു. എന്തിനാണെന്നോ, മസിൽ പെട്ടെന്ന് റിക്കവറാകാൻ ചില മസാജ് ജെല്ലുകൾ വരെ അവർ കണ്ടുപിടിച്ചു. അതുമാത്രമല്ല, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, ഒരു സർജനെ കൊണ്ടുവന്ന് ടീം അംഗങ്ങളെ ശരിയായ രീതിയിൽ കൈ കഴുകാൻ വരെ അദ്ദേഹം പഠിപ്പിച്ചു. കൈ കഴുകാനോ? അതെ, അണുബാധ ഒഴിവാക്കാൻ. അതുപോലെ മികച്ച ഉറക്കത്തിനായി പ്രത്യേക മെത്തകൾ അവർ ഉപയോഗിച്ചു. വാവ്, അത് ശരിക്കും ഒരു കിടിലൻ ഐഡിയ ആണ്. പിന്നെ വേറൊരു കാര്യം, അവർ സൈക്കിൾ കൊണ്ടുപോകുന്ന ട്രക്കിന്റെ ഉള്ളിൽ വെള്ള പെയിന്റ് അടിച്ചു. പൊടി പെട്ടെന്ന് തിരിച്ചറിയാനല്ലേ? അതെ. ഈ ചെറിയ മാറ്റങ്ങളെല്ലാം കൂടിച്ചേർന്നപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ വിശ്വസിക്കുമോ? അവർ ടൂർ ഡി ഫ്രാൻസ് വിജയങ്ങളിലേക്കും ഒളിമ്പിക് സ്വർണത്തിലേക്കും കുതിച്ചു. അതാണിതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം. ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീമിൽ കണ്ട ഈ 1% മാറ്റം നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാവുന്നത് എന്ന് നമ്മൾ നോക്കണം. ഇതിലെ കൗതുകകരമായ കാര്യമെന്നാൽ ഇതിന്റെ ഗണിതശാസ്ത്രം വളരെ കൃത്യമാണ്. അതൊന്ന് വിശദീകരിക്കാമോ? അതായത്, ദിവസവും 1% മെച്ചപ്പെട്ടാൽ 1 വർഷം കൊണ്ട് നാം 37 മടങ്ങ് മികച്ചവരാകും. 37 മടങ്ങോ? അത് വലിയൊരു മാറ്റമാണല്ലോ. അതെ, അറിവും ബന്ധങ്ങളും ഇത്തരത്തിൽ വർദ്ധിക്കും. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ഈ 1% മോശമായാൽ അത് 0 അടുക്കും. സ്ട്രെസ്സും നെഗറ്റീവ് ചിന്തകളും ഇതേ രീതിയിൽ കോമ്പൗണ്ട് ചെയ്ത് വലിയ പ്രശ്നങ്ങളാകാം. ഇത് കേൾക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതിനെ വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. ലോസ് ആഞ്ചലസിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുന്ന ഒരു വിമാനം സങ്കൽപ്പിക്കുക. ആ വിമാനത്തിന്റെ അനലോഗി വളരെ കൃത്യമാണ്. അതെ, പൈലറ്റ് വിമാനത്തിന്റെ ദിശ വെറും 3.5 ഡിഗ്രി മാറ്റിയാൽ തുടക്കത്തിൽ ഈ മാറ്റം നമ്മൾ തിരിച്ചറിയില്ല. ശരിയാണ്. പക്ഷെ ദൂരം കൂടുന്തോറും ലക്ഷ്യസ്ഥാനം മാറും. ആ വിമാനം ന്യൂയോർക്കിൽ എത്തുന്നതിനു പകരം വാഷിംഗ്ടൺ DC-യിലാകും ചെന്നെത്തുക. അതാണ്. തുടക്കത്തിൽ നമ്മൾ നടത്തുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് ഫലം തരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ പ്ലാറ്റ് ഓഫ് ലേറ്റന്റ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒളിഞ്ഞുകിടക്കുന്ന സാധ്യതകളുടെ താഴ്വര എന്ന് പറയും. അതെന്താണ് സംഭവം? ഒരു ഐസ് ക്യൂബ് ഉദാഹരണം നോക്കാം. 25 ഡിഗ്രിയിലുള്ള ഒരു മുറിയിൽ വെച്ചിരിക്കുന്ന ഐസ് ക്യൂബ് സങ്കൽപ്പിക്കുക. നിങ്ങൾ ചൂട് 26, 27, 31 ഡിഗ്രി വരെ ആക്കിയാലും ഐസ് ഉരുകില്ല. അപ്പോ നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രയത്നം വെറുതെ ആയെന്ന്, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. നമ്മുടെ പ്രയത്നം വെറുതെ ആകുകയല്ല, അതവിടെ ശേഖരിക്കപ്പെടുകയാണ്. 32 ഡിഗ്രി എത്തുമ്പോൾ മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത്. ഐസ് പെട്ടെന്നുരുകാൻ തുടങ്ങും. അപ്പോ ആ സ്റ്റോൺ കട്ടറുടെ കഥ പോലെയാണല്ലേ? 100 തവണ പാറയിലടിച്ചിട്ടും അത് പൊട്ടുന്നില്ല. പക്ഷെ 101ാമത്തെ അടിയിൽ ആ പാറ 2ആയി പിളരുന്നു. ശരിയാണ്. ആ അവസാനത്തെ അടികൊണ്ടല്ല അത് പൊട്ടിയത്, അതിനു മുമ്പ് നൽകിയ 100 അടികളുടെ ഫലം കൂടിയാണത്. പക്ഷെ അല്ല, ഒരു നിമിഷം, എനിക്കിവിടെ ഒരു സ്വാഭാവികമായ സംശയമുണ്ട്. അപ്പോ ഇതിന്റെ എല്ലാം അർത്ഥമെന്താണ്? നമ്മളോട് എല്ലാവരും പറയാറുള്ളത് വലിയ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ വെക്കാനാണല്ലോ. അപ്പോൾ ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നത് മോശമാണോ? വലിയൊരു തലത്തിൽ ഇതിനെ ബന്ധിപ്പിച്ചു നോക്കിയാൽ ലക്ഷ്യങ്ങൾ ഒരിക്കലും മോശമല്ല. പക്ഷേ ഒരു മത്സരത്തിൽ വിജയിക്കുന്നവർക്കും പരാജയപ്പെടുന്നവർക്കും ഒരേ ലക്ഷ്യമാണുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. അത് ശരിയാണല്ലോ. രണ്ടുപേർക്കും ഒന്നാമതെത്താനാണ് ആഗ്രഹം. അതെ, ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് ഒരു നിമിഷത്തേക്കുള്ള മാറ്റം മാത്രമാണ്. അത് നമ്മുടെ സന്തോഷത്തെ പരിമിതപ്പെടുത്തുന്നു. പകരം നാം ശ്രദ്ധിക്കേണ്ടത് സിസ്റ്റത്തിലാണ്. മാറ്റങ്ങളെ പ്രധാനമായും 3 തിരിക്കാം. 3 തലങ്ങളിലോ? ഏതൊക്കെയാണത്?
ഫലം അല്ലെങ്കിൽ ഔട്ട്കംസ്, അതായത് നാം എന്താഗ്രഹിക്കുന്നു എന്നത്. പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സസ്, അതായത് നാം എന്ത് ചെയ്യുന്നു എന്നത്. പിന്നെ വ്യക്തിത്വം അഥവാ ഐഡന്റിറ്റി, അതായത് നാം എന്ത് വിശ്വസിക്കുന്നു എന്നത്. ഇതിലേതാണ് കൂടുതൽ പ്രധാനം? ഐഡന്റിറ്റി മാറ്റമാണ് ഏറ്റവും പ്രധാനം. പുകവലി വേണ്ടെന്ന് വെക്കുന്ന രണ്ടുപേരുടെ ഉദാഹരണം നോക്കാം. ഒരാൾ പറയുന്നു, വേണ്ട, ഞാൻ പുകവലി നിർത്താൻ ശ്രമിക്കുകയാണ് എന്ന്. അതായത് അയാൾ ഇപ്പോഴും തന്നെ ഒരു പുകവലിക്കാരനായിട്ടാണ് കാണുന്നത്. അതെ. എന്നാൽ രണ്ടാമത്തെയാൾ പറയുന്നു, വേണ്ട, ഞാനൊരു പുകവലിക്കാരനല്ല എന്ന്. ഇതൊരു ഐഡന്റിറ്റി മാറ്റമാണ്. വാവ്, ചെറിയൊരു വാക്കിലെ മാറ്റമാണെങ്കിലും അതിന് വലിയ അർത്ഥമുണ്ടല്ലേ? തീർച്ചയായും. ബ്രയാൻ ക്ലാർക്ക് എന്ന വ്യക്തി വർഷങ്ങളായി നഖം കടിക്കുന്ന ശീലം നിർത്തിയ കഥ ഇതിനോട് ചേർത്തു വായിക്കാം. അയാൾ പണം കൊടുത്ത് മാനിക്യൂർ ചെയ്തു. എന്നിട്ട് ആ ശീലം മാറിയോ? മാറി. സ്വന്തം നഖങ്ങളെക്കുറിച്ച് അയാൾക്ക് വലിയ അഭിമാനം തോന്നി. അതോടെ ആ ശീലം തനിയേ നിന്നു. നിങ്ങൾ വായിക്കുന്ന ഓരോ പുസ്തകവും നിങ്ങളൊരു വായനക്കാരനാണ് എന്നതിലേക്കുള്ള വോട്ടാണ് എന്ന് നമ്മൾ ഓർക്കണം. ശരി, പുതിയ ഐഡന്റിറ്റിക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ പ്രാവർത്തികമാക്കാം? ശരിക്കും നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് ഈ ശീലങ്ങളെ സ്വീകരിക്കുന്നത്? അവിടെയാണ് സൈക്കോളജിസ്റ്റായ എഡ്വേർഡ് തോണ്ടൈക്ക് പൂച്ചകളിൽ നടത്തിയ പരീക്ഷണം നമ്മൾ നോക്കേണ്ടത്. കൂട്ടിലിട്ട ഒരു പൂച്ച തുടക്കത്തിൽ അതിൽ നിന്ന് പുറത്തുകിടക്കാൻ ഒരുപാട് സമയമെടുത്തു. സ്വാഭാവികമാണല്ലോ, ആദ്യമായിട്ടല്ലേ. പക്ഷേ ലിവർ അമർത്തിയാൽ വാതിൽ തുറക്കുമെന്ന് മനസ്സിലാക്കിയതോടെ വെറും 6.3 സെക്കൻഡുകൾക്കുള്ളിൽ അത് പുറത്തുകിടക്കാൻ തുടങ്ങി. അത്രയും പെട്ടെന്നോ? അതെ. നമ്മുടെ തലച്ചോറ് ഊർജം ലാഭിക്കാനായി ഇതുപോലെ എളുപ്പവഴികൾ അല്ലെങ്കിൽ ഷോർട്ട് കട്ടുകൾ കണ്ടെത്തുന്നു. എല്ലാ ശീലങ്ങൾക്കും പ്രധാനമായും 4 ഘട്ടങ്ങളുണ്ട്. ആ 4 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? സൂചന അഥവാ ക്യൂ, ആഗ്രഹം അഥവാ ക്രേവിംഗ്, പ്രതികരണം അഥവാ റെസ്പോൺസ്, പിന്നെ പ്രതിഫലം അഥവാ റിവാർഡ്. ഇതൊരു ഇരുട്ടുള്ള മുറിയിൽ കയറുന്ന പോലെയാണല്ലേ. ഇരുട്ടു കാണുമ്പോൾ അതാണ് സൂചന. അപ്പോൾ വെളിച്ചം വേണമെന്ന് ആഗ്രഹിക്കുന്നു, ഉടനെ സ്വിച്ചിടുന്നു, അതാണ് പ്രതികരണം. വെളിച്ചം ലഭിക്കുമ്പോൾ അതാണ് പ്രതിഫലം. കൃത്യമായി പറഞ്ഞു. ഇതിൽ നിന്നാണ് ശീലങ്ങൾ മാറ്റാനുള്ള 4 നിയമങ്ങൾ രൂപപ്പെടുന്നത്. 1. വ്യക്തമാക്കുക. 2. ആകർഷകമാക്കുക. 3. എളുപ്പമാക്കുക. 4. തൃപ്തികരമാക്കുക. ഇതിൽ ആദ്യത്തെ നിയമമായ സൂചനകൾ വ്യക്തമാക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. ഞാൻ 2 കഥകൾ പറയാം. കേൾക്കട്ടെ. പാരാമെഡിക്കായി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ അച്ഛന്റെ മുഖത്തെ രക്തയോട്ടത്തിലെ വ്യത്യാസം കണ്ട് വരാനിരിക്കുന്ന ഹൃദയാഘാതം മുൻകൂട്ടി തിരിച്ചറിഞ്ഞു. യാതൊരു ലക്ഷണങ്ങളുമില്ലാതെ തന്നെയല്ലേ? അതെ. അതുപോലെ റഡാറിൽ കാണുന്നൊരു ബിന്ദു ശത്രുവിന്റെ മിസൈലാണോ സ്വന്തം വിമാനമാണോ എന്ന് തിരിച്ചറിയുന്ന മിലിറ്ററി അനലിസ്റ്റുകളുടെ കഴിവ്. നമ്മുടെ തലച്ചോറ് അറിയാതെ തന്നെ ഇത്തരം സൂചനകൾ പിടിച്ചെടുക്കുന്നുണ്ട്. ശരിയാണ്. നമ്മുടെ ശീലങ്ങളെ തിരിച്ചറിയാൻ ജാപ്പനീസ് റെയിൽവേ സിസ്റ്റം ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ആൻഡ് കോളിംഗ് രീതിയുണ്ട്. അതെന്താണ്? വിരൽ ചൂണ്ടി പറയുന്നതാണോ? അതെ. പച്ച സിഗ്നൽ കാണുമ്പോൾ കൈ ചൂണ്ടി അത് വിളിച്ചു പറയുന്ന രീതി അപകടങ്ങൾ 30% കുറച്ചു. ഇതുപോലെ നമുക്ക് നമ്മുടെ ദിനചര്യകളെ പ്ലസ്, മൈനസ്, സമം എന്നിങ്ങനെ രേഖപ്പെടുത്തി ഒരു ഹാബിറ്റ് സ്കോർ കാർഡ് ഉണ്ടാക്കാം. അത് കൊള്ളാം. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ ഫ്രഞ്ച് തത്വചിന്തകനായ ഡെനിസ് ഡിഡറോട്ടിന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ. ഒരു പുതിയ സ്കാർലറ്റ് റോബ് വാങ്ങിയതിനു ശേഷം അതിന് ചേരുന്ന മാറ്റസാധനങ്ങൾ കൂടി അദ്ദേഹം വാങ്ങിക്കൂട്ടി. ഡിഡറോട്ട് എഫക്റ്റ്. അത് കാരണം അദ്ദേഹം കടക്കാരനായി മാറി. അതെ. ഒരു പ്രവൃത്തി എങ്ങനെ മറ്റൊന്നിലേക്ക് നയിക്കുന്നു എന്ന് ഈ കഥ വ്യക്തമാക്കുന്നു. ഈ പ്രവണതയെ നമുക്കെങ്ങനെ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ഇതിനുള്ള ഉത്തരമാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ്. ഹാബിറ്റ് സ്റ്റാക്കിങ്ങോ? അതായത് പഴയ ശീലങ്ങളുടെ കൂടെ പുതിയത് ചേർക്കുന്നതാണോ? കൃത്യം. പുതിയൊരു ശീലം തുടങ്ങാൻ ഏറ്റവും നല്ല വഴി നിലവിലുള്ള ഒരു ശീലത്തിനോടൊപ്പം അതിനെ ചേർക്കുക എന്നതാണ്. രാവിലെ ഞാൻ കോഫി ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് ധ്യാനിക്കുമെന്ന് തീരുമാനിക്കുന്നതുപോലെ. അപ്പോൾ കോഫി ഒഴിക്കുന്നതൊരു സൂചനയായി മാറുമല്ലേ? അതെ. ഇത്തരത്തിൽ കൃത്യമായ സമയവും സ്ഥലവും, അതായത് ഇംപ്ലിമെന്റേഷൻ ഇന്റൻഷൻ നിശ്ചയിക്കുന്നത് ശീലങ്ങൾ വളർത്താൻ ഏറെ സഹായിക്കും. തീർച്ചയായും. ഇതൊക്കെ വളരെ പ്രായോഗികമായ കാര്യങ്ങളാണ്. അപ്പോൾ നാം ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിക്കാം. 1% മാറ്റങ്ങളുടെ ശക്തി,
ലക്ഷ്യങ്ങളെക്കാൾ സിസ്റ്റത്തിനുള്ള പ്രാധാന്യം, നമ്മൾ വിശ്വസിക്കുന്ന ഐഡന്റിറ്റിയുടെ പങ്ക്. ഒപ്പം തലച്ചോറ് ശീലങ്ങളെ രൂപപ്പെടുത്തുന്ന 4 ഘട്ടങ്ങളും നിലവിലുള്ള ശീലങ്ങൾക്കൊപ്പം പുതിയവ ചേർത്ത് വെക്കുന്ന ഹാബിറ്റ് സ്റ്റാക്കിങ്ങും. അതെ അതെ. അപ്പോൾ ഇന്നത്തെ ഈ ഡീപ് ഡൈവ് അവസാനിപ്പിക്കുമ്പോൾ ശ്രോതാക്കളായ നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ ഒരു ചോദ്യം ഞാൻ നൽകാം. അതെ, അതൊരു നല്ല ഐഡിയ ആണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ ഭാവിക്കുള്ള ഓരോ വോട്ടാണെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ പ്രവൃത്തികൾ ഏത് ഐഡന്റിറ്റിക്കാണ് വോട്ട് ചെയ്തത്? വളരെ ചിന്തിപ്പിക്കുന്നൊരു ചോദ്യം. നാളത്തെ ആ വോട്ടെടുപ്പിൽ നിങ്ങൾ ബോധപൂർവം ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ, വെറുമൊരു 1% മാറ്റം വരുത്തിയാൽ, കുറച്ചു വർഷങ്ങൾക്കകം നിങ്ങൾ എത്തിച്ചേരുന്ന ആ ലക്ഷ്യസ്ഥാനം എത്രത്തോളം വ്യത്യസ്തമായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.